സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് കുറച്ച് അധികം ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സ്റ്റേക്കേഷൻ വീഡിയോ ആണിത്. ഞങ്ങൾ പോയിട്ടുള്ള ക്ലൈമറ്റ് അടിപൊളിയായതുകൊണ്ട് ഈ നട്ടപ്പൊരി വെയിലത്ത് നിൽക്കുന്നതിൽ അത്ര പ്രയാസം അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് റാഡിസൺ മർജാൻ ഐലൻഡായിരുന്നു, റാസൽ ഖൈമയിലുള്ളത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു കോംപ്ലിമെൻ്ററി കേക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കിട്ടിയിട്ടുള്ള റൂം നല്ല റൂമായിരുന്നു. കാരണം അവിടെ ഇത്രയും വലിയ 2 ബാൽക്കണീസുള്ള ആകെ ഈ 2 റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ റൂമും തൊട്ട് സൈഡിലുള്ള റൂമും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മലയാളികളുടെ സ്ഥിരം സ്വഭാവം ഞാൻ അവിടെ കാണിച്ചു. ചായപ്പൊടിയും കാപ്പിപ്പൊടിയും പാൽപ്പൊടിയൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. പക്ഷേ ഇവിടുത്തെ പാൽപ്പൊടിക്ക് മധുരം ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ ഞാനത് കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഗോയിങ് ടു ദി ബാൽക്കണി. എനിക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ചെന്നപാടെ ഞങ്ങൾ ബീച്ചിൽ പോയിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് സൺസെറ്റ് കാണാൻ പോയി. പക്ഷെ ഞങ്ങളുടെ ഫുൾ ടൈം 7 o'clock വരെ ഉണ്ടായിരുന്നുള്ളൂ. സോ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ പൂളിക്ക് പോയി. അവിടെ കിഡ്സിനും നല്ല ഇതുപോലത്തെ സ്പേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 2 പൂളുണ്ട്, ഒരു മിനി പൂളും ഉണ്ട്, പിന്നെ മുകളിൽ ഇതുപോലത്തെ വലിയ പൂളുണ്ടായിരുന്നു. വീക്ക് ഡേയിൽ ഞങ്ങൾ പോയതുകൊണ്ടാണോ എന്നറിയില്ല, ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ആൻഡ് നിയർ ടു ക്ലോസിങ് ടൈമും ആയിരുന്നു. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇന്ന സമയത്ത് ക്ലോസ് ചെയ്യും, അപ്പം ഇറങ്ങിയാൽ മതി എന്നുള്ള പോലെ പറഞ്ഞു. ഞങ്ങൾ 2 പേര് മാത്രമായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ജിൽ 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 എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. കാരണം അതിന് തൊട്ടപ്പുറത്ത് കുറച്ച് ഫുഡ് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ സോൾട്ട് എന്ന് പറയുന്ന ഈ കടയിൽ നിന്ന് ഇതുവരെ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ബർഗർ ഇസ് നൈസ്. പിന്നെ തിരിച്ച് വന്നതിന് ശേഷം കുറേ സമയം ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങിയത്. പാട്ടൊക്കെ കേട്ട് സംസാരിച്ച് അങ്ങനെ കുറേ സമയം ബാൽക്കണിയിൽ ടൈം സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ 11 o'clock ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ഉള്ളതുകൊണ്ട് 9 o'clock ഞങ്ങൾ താഴെ വന്ന് കുറച്ച് സമയം സൺബാത്തൊക്കെ കൊണ്ട് അന്നേ ദിവസം കുറച്ചും കൂടെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ റിയലി നൈസ് വെക്കേഷൻ. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.